നമ്മളൊരു ചെടി നടുക, അത് കായ്ച്ച കാണുക എന്നതിൽ പരം സന്തോഷം മറ്റെന്താണല്ലേ ഉള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ ഇതേപോലെ ചെടികൾ നടുന്നതും അതിനെ പരിപാലിക്കുന്നതൊക്കെ. ഈ കാണുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഉള്ളിച്ചാമ്പ എന്നാണ് പറയുക. എൻ്റെയൊക്കെ ചെറുതിലെ ഉള്ളിച്ചാമ്പ ഒരുപാട് കാണുമായിരുന്നു, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കുറവാണ്. എൻ്റെ കുട്ടികൾക്ക് കഴിക്കാൻ ഇതൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ച് നട്ടിരിക്കുന്നത്. അത്യാവശ്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ഇതിൽ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുണ്ടായിട്ടുള്ളൂ, ഇത് 6 മാസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ നട്ടിട്ട്. പക്ഷേ ഇനി ഇത് ഒരുപാട് ഉണ്ടാവും. സീഡ്ലെസ് ആണ്, പിന്നെ മധുരമുണ്ട് നല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാവേണ്ടത്. നമ്മൾ അത്യാവശ്യം എല്ലുപൊടിയോ വേപ്പമിണ്ണാക്കോ ഒക്കെ ഇതിന് വളമായിട്ട് ഉപയോഗിച്ചാൽ മതി. അത് നന്നായിട്ട് കായ പിടിച്ചോളും. നമുക്ക് ആവശ്യമുള്ള ഫലം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, വീടുകളിലൊക്കെ ഉള്ളത്. ഈ കാണുന്നത് സ്വീറ്റ് അമ്പഴമാണ്. ഇതും ഞാനൊരു ഏകദേശം 1 വർഷമായിട്ടുള്ളൂ നട്ടിട്ട്. കുറേ ട്രിപ്പ് ഇതുണ്ടായി, വീണ്ടും പൂക്കുന്നുണ്ട്, ഇതേപോലെ കാ പിടിക്കുന്നുണ്ട്. ഒരുപാട് പുളിയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷെ കറിയിലൊന്നും ഇട്ടാൽ അത്ര പുളി കിട്ടില്ല കറിക്ക്. ഇനി തീരെ കൊതിയ ഉള്ളവർക്ക് കറിയിൽ ഇതേപോലെ പുളിയും കൂടി ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കായൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത് കൃഷിഭവനിൽ നിന്നാണ്. വെണ്ടയ്ക്ക, മുളക്, അതേപോലെ വഴുതനത്തൈ, ഇതൊക്കെ കൃഷിഭവനിൽ നിന്നാണ് എനിക്ക് തന്നിരിക്കുന്നത്. നന്നായിട്ട് നല്ല ഉഷാറായിട്ട് ഇതൊക്കെ വരുന്നുണ്ട്. ഇതിന് ഞാൻ എല്ലുപൊടി ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രോ ബാഗിലാണ് കുറച്ച് വഴുതനയൊക്കെ നട്ടിരിക്കുന്നത്. നന്നായിട്ട് പൂ പിടിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ വഴുതനങ്ങ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2 നേരം നമ്മളത് നനച്ച് കൊടുക്കണം. ഇപ്പോൾ നല്ല ചൂടാണല്ലോ, വെയിലാണല്ലോ, ഇതിനൊന്നും പറ്റുന്നില്ല. വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതൊക്കെ ആകെ വാടി കുരഞ്ഞ് നിൽക്കും. ബുഷ് ഓറഞ്ചാണ് കേട്ടോ ഇത്. ബുഷ് ഓറഞ്ച് സാധാ ഓറഞ്ചിൻ്റെ അത്രയും വലിപ്പമോ മധുരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് പൂത്തു, എങ്കിലും നന്നായിട്ട് കൊഴിഞ്ഞു പോയി. പൂവൊന്നും അങ്ങനെ പിടിച്ചില്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ചെറുനാരകത്തിനേക്കാളും ചെറുതാണ് ആൾ. ഇതേപോലെ നമുക്ക് ഗ്രോ ബാഗിലോ ചെറിയ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ട് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ ബുഷ് ഓറഞ്ചൊക്കെ. ഈ കാണുന്നത് എന്താണെന്നറിയോ? ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പുല്ലൻകിഴങ്ങ് എന്നാണ് പറയുക. കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട് തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. ഇതേപോലെ വള്ളി പോലെ പടർന്ന് കയറും, ചെറിയ മുള്ളൊക്കെ ഉണ്ട്. സാധാ കരുനാരകവും ഞാൻ വാങ്ങി നട്ടതാണ്. ഇത് ഇതേപോലെ കായ്ച്ചിട്ടില്ല, 6 മാസത്തിന് മേലെ ആവുന്നു ഇതിപ്പോൾ. ഇലയ്ക്കൊക്കെ ചെറിയൊരു പുഴുക്കേട് പോലെ ഉണ്ട്. ഇതിന് ഞാൻ വളം പോരാത്തതിന് മീൻ നന്നാക്കിയ വെള്ളം ഇതൊക്കെ ഒഴിക്കാറുണ്ട്. കുറ്റിക്കുരുമുളകാണ് ഈ പടർന്ന് കയറി പോകുന്നത്. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ അടക്കാമരത്തിന് മണ്ടയിലോട്ട് കയറി പോകുന്നുണ്ട്. കുരുമുളകൊക്കെ ഒരുപാട് ഉണ്ടായിട്ടോ. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ ഇത്. ഞാൻ വളരെ ആഗ്രഹം തോന്നി ഒരു ചേച്ചിയിടുന്ന ഒരു കമ്പ് വാങ്ങിച്ച് നട്ടതാണിത്. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെൻ്റെ കോവലാണ്. കോവൽ കാ പിടിച്ചിട്ടുണ്ട് കോവൽ. അതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ അച്ചിങ്ങ,